ആത്മാവേ എന്നിൽ വന്നു നിറയണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പി നമ്മളായിരിക്കുന്നിടങ്ങളിൽ വലിയ ഒരു ദൈവ സാന്നിധ്യം തിരിച്ചറിഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന സമയമാണ്. അത്ഭുതകരമായ ദൈവകൃപ എൻ്റെ ഉള്ളിൽ അതിശക്തമായി വെളിപ്പെടണമേ എന്ന് പ്രാർത്ഥിക്കുക. നമ്മുടെ ഉള്ളിൽ അനേക തരത്തിലുള്ള പ്രാർത്ഥനാ നിയോഗങ്ങളുണ്ട്. ആ പ്രാർത്ഥനാ നിയോഗങ്ങളെല്ലാം തമ്പുരാനെ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. നമ്മളെ ഭാരപ്പെടുത്തുന്ന എല്ലാ വിഷയങ്ങളും, എല്ലാ ആലോചനകളും, നീണ്ട ദിവസങ്ങളായി ഉറക്കം കിട്ടാത്ത വിഷയങ്ങളും, കുടുംബത്തിലെ അസ്വസ്ഥതകളും, ഇനി എന്തു ചെയ്യണമെന്നറിയാതെ വിഷമിക്കുന്ന ഓരോ കാര്യങ്ങളുമെല്ലാം ഈ പരിശുദ്ധ അൽത്താരയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. കർത്താവിൻ്റെ അത്ഭുതകരമായ കൃപയും ശക്തിയും നിന്റെ ശരീരത്തിലും നിന്റെ മനസ്സിലും നിന്റെ ആത്മാവിലും അത്ഭുതകരമായി നിറയപ്പെടുകയാണ്. കണ്ണുകളടച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമുക്കിങ്ങനെ പ്രാർത്ഥിക്കാം. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്നും ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു, ശരണപ്പെടുന്നു, ശരണപ്പെടുന്നു. പ്രത്യേകിച്ച് കണ്ണുകളടച്ച് രണ്ട് കരങ്ങളും നെഞ്ചോട് ചേർത്ത് ഈ കുഞ്ഞു പ്രാർത്ഥന ചൊല്ലുമ്പോൾ നമ്മുടെ മനസ്സിലുള്ള സകല ഭാരവും പ്രാർത്ഥനാ നിയോഗങ്ങളും ഈശോയുടെ തിരുഹൃദയത്തിങ്കിലേക്കാണ് ചേർത്ത് വയ്ക്കുന്നത്. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം ഉച്ചത്തിൽ. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്നും ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, അങ്ങയിൽ ഞാൻ ശരണപ്പെടുന്നു, ശരണപ്പെടുന്നു, ശരണപ്പെടുന്നു. രണ്ട് കരങ്ങളും ശിരസിൽ കമഴ്ത്തി വെച്ച് കണ്ണുകളടച്ച്, പ്രത്യേകിച്ച് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ശാരീരികമായിട്ടുള്ള രോഗപീഠകൾ നിങ്ങളെ വല്ലാണ്ട് അസ്വസ്ഥപ്പെടുത്തുന്നു, ഈ ശുശ്രൂഷ പങ്കെടുക്കാൻ പറ്റാത്ത വണ്ണം നിങ്ങളെ ശല്യപ്പെടുത്തുന്നു, നിങ്ങളെ അസ്വസ്ഥപ്പെടുത്തുന്നു, ക്ഷീണിപ്പിക്കുന്നു, ഏതെങ്കിലും ഒരു ഭാരം നിന്റെ ശാരീരിക മേഖലകൾ നിന്നെ പിടികൂടിയിട്ടുണ്ടെങ്കിൽ ആ മേഖല പ്രത്യേകം സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഈശോയെ, ഈ ശുശ്രൂഷ സമയത്ത് നിന്റെ ഹൃദയത്തിൽ നിന്നൊഴുകുന്ന തിരുരക്തവും തിരുജലവും എൻ്റെ ശരീരത്തെ വിശുദ്ധീകരിക്കണമേ. അതോട് ചേർന്ന് നിന്റെ മനസ്സിലുള്ള ഭാരങ്ങളെയും സമർപ്പിക്കുക. മനസ്സിൽ പലവിധത്തിലുള്ള ഭാരങ്ങൾ ഉണ്ടാകും. അതെല്ലാം ഈശോയ്ക്ക് കൊടുത്തുകൊണ്ട് നമ്മൾ രണ്ട് കരങ്ങളും ശിരസിൽ കമഴ്ത്തി വെച്ചുകൊണ്ട് കണ്ണടച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്നും ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, അങ്ങയിൽ ഞാൻ ശരണപ്പെടുന്നു, ശരണപ്പെടുന്നു, ശരണപ്പെടുന്നു. ആമേൻ, ആമേൻ, ആമേൻ. നെറ്റിയിൽ ഒരു കുരിശടയാളം വരച്ച് നമ്മളെ തന്നെ വിശുദ്ധീകരിക്കുക. പ്രിയപ്പെട്ട ദൈവജനമേ, ഈ ദിനം ഈ പുണ്യപ്പെട്ട മണ്ണിൽ നമ്മൾ ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കുന്നത് വലിയ അഭിഷേകം സ്വീകരിച്ച് ബലപ്പെടാനാണ്. ഇത് കർത്താവിൻ്റെ വലിയ ഒരു പദ്ധതിയുടെ ഭാഗമാണ്. ഇപ്പോൾ ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി ദൈവജനം പല ദേശങ്ങളിൽ നിന്ന് ഈ ആലയത്തിൽ ഒരുമിച്ച് കൂടുക എന്നുള്ളത്. സ്വരമുയർത്തി പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, യേശുവേ ആരാധന. ഇന്ന് ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരുമിച്ച് കൂടിക്കൊണ്ടിരിക്കുന്ന ഓൺലൈനിൽ പങ്കെടുക്കുന്ന ദൈവജനത്തോട് കർത്താവിന് വലിയ സ്നേഹമാണെന്നും ആ സ്നേഹത്തിൻ്റെ ഭാഗമായി ഒരു നല്ല ദൈവവചനം നൽകി നമ്മളെ ബലപ്പെടുത്തുകയാണ്. അതൊരാശംസയാണ്, അതൊരു പ്രാർത്ഥനയാണ്.
വിശുദ്ധ യോഹന്നാൻ്റെ ലേഖനം. 3 ലേഖനങ്ങളാണ് വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ എഴുതിയിരിക്കുന്നത്. വിശുദ്ധ യോഹന്നാൻ്റെ 3-ാമത്തെ ലേഖനം, ബൈബിൾ തുറക്കാം, ആ ലേഖന ഭാഗം ഒന്ന് ശ്രദ്ധിക്കാം. 3-ാമത്തെ ലേഖനം. ആ 3-ാമത്തെ ലേഖനത്തിൽ ഒറ്റ അധ്യായമേ ഉള്ളൂ. 3-ാമത്തെ ലേഖനം 2-ാമത്തെ തിരുവചനം. സെൻറ്റ് ജോൺസ് 3rd ലെറ്റർ 2nd വേർഡ്. 3 ലേഖനങ്ങളാണുള്ളത്. 3-ാമത്തെ ലേഖനം അതിൻ്റെ 2-ാമത്തെ തിരുവചനം. നമുക്കത് ശ്രദ്ധയോടെ വായിക്കാം. വാത്സല്യഭാജനമേ, വാത്സല്യഭാജനമേ, നിന്റെ ആത്മാവ് ക്ഷേമസ്ഥിതിയിൽ ആയിരിക്കുന്നത് പോലെ തന്നെ എല്ലാ കാര്യങ്ങളിലും നിനക്ക് ഐശ്വര്യമുണ്ടാകട്ടെ എന്നും നീ ആരോഗ്യവാനായിരിക്കട്ടെ എന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇതാണ് കർത്താവ് ഇന്നേ ദിവസം ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ദൈവമക്കൾക്ക് നൽകുന്ന വലിയ ഒരു സമ്പത്ത്. വലതുകരം ഉയർത്തിപ്പിടിച്ച് ഈ വചനം നമുക്കൊന്ന് ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. വാത്സല്യഭാജനമേ, നിന്റെ ആത്മാവ് ക്ഷേമസ്ഥിതിയിലായിരിക്കുന്നത് പോലെ തന്നെ എല്ലാ കാര്യങ്ങളിലും നിനക്ക് ഐശ്വര്യമുണ്ടാകട്ടെ, നീ ആരോഗ്യവാനായിരിക്കട്ടെ എന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. Beloved, I pray that all may go well with you and that you may be in good health just as it is well with you in soul. നിന്റെ ആത്മാവ് ക്ഷേമസ്ഥിതിയിൽ ആയിരിക്കുന്നത് പോലെ തന്നെ നിനക്ക് നല്ല ആരോഗ്യമുണ്ടാവട്ടെ എന്നും നിനക്ക് ഐശ്വര്യമുണ്ടാവട്ടെ എന്നും ഇതാ സർവശക്തനായ ദൈവം നിനക്കൊരു ആശംസ നൽകുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഉച്ചത്തിൽ പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്നത്തെ ശുശ്രൂഷയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് എന്താണെന്നറിയാവോ? നമുക്ക് ആത്മീയമായി ആരോഗ്യമുള്ളവരാകാൻ കർത്താവ് തന്ന ഒരു ശുശ്രൂഷ ദിനമാണ്. എങ്ങനെ ആത്മീയമായി ആരോഗ്യമുള്ളവരാകാൻ? എൻ്റെ കൂടെ ഒന്ന് പറയാവോ? ആത്മീയമായി ആരോഗ്യമുള്ളവരാകാൻ കർത്താവ് തന്ന ഒരു ശുശ്രൂഷ ദിനമാണ്. എന്തിനാണ്? ആത്മീയമായി ആരോഗ്യമുള്ളവരാകാൻ. നമ്മൾ സാധാരണഗതിയിൽ ആരെങ്കിലുമൊക്കെ കണ്ടുമുട്ടുമ്പോൾ അവരോട് ചോദിക്കുന്ന ചോദ്യങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട ചോദ്യം, നിനക്ക് സുഖമാണോ? എന്നിട്ട് ചോദിക്കുന്നൊരു ചോദ്യം, നിനക്ക് നിൻ്റെ ആരോഗ്യം എങ്ങനെയുണ്ട്? അടുത്തിരിക്കുന്ന ആളോട് ചോദിച്ചേ, നിൻ്റെ ആരോഗ്യം എങ്ങനെയുണ്ട്? ചോദിക്ക്, നിൻ്റെ ആരോഗ്യം എങ്ങനെയുണ്ട്? എന്തു പറഞ്ഞു? നിൻ്റെ ആരോഗ്യം എങ്ങനെയുണ്ട്? ഹൗ ഈസ് യുവർ ഹെൽത്ത്? നിന്റെ ആരോഗ്യം എങ്ങനെയുണ്ട്? കഷ്ടപ്പെട്ടാണ് ഇവിടം വരെ എത്തിയത്. നടക്കാൻ തന്നെ വയ്യ. ആരോഗ്യം പോരാ, പണ്ടത്തെ പോലെയൊന്നും പറ്റുന്നില്ല, നടക്കാനൊന്നും പറ്റുന്നില്ല. പ്രത്യേകിച്ച് കേരളത്തിലെ പശ്ചാത്തലത്തിൽ മഴക്കാലമായതുകൊണ്ട് അച്ഛാ നടന്നു വഴിക്കൊക്കെ തെന്നി വീഴുവാണ്. പണ്ടത്തെ പോലെ ഒരു ബലം കിട്ടുന്നില്ല. നിന്റെ ആരോഗ്യം എങ്ങനെയുണ്ട്? ഇതാണ് ചോദ്യം. എന്താണ് ചോദ്യം? നിന്റെ ആരോഗ്യം എങ്ങനെയുണ്ട്? സാധാരണ നമ്മൾ ചോദിക്കുന്ന ഈ ചോദ്യത്തിനും മുകളിൽ അതുക്ക് മേല് യോഹന്നാൻ ശ്ലീഹ നമ്മളോട് പറയുന്നത്, നിന്റെ ആത്മീയ ആരോഗ്യം എങ്ങനെയുണ്ട്? നിന്റെ സ്പിരിച്വൽ ഹെൽത്ത് എങ്ങനെയുണ്ട്? എന്താ അതിൻ്റെ പ്രത്യേകത എന്നറിയോ? ആത്മീയമായി നിനക്ക് ആരോഗ്യമുണ്ടെങ്കിൽ ശാരീരികമായും മാനസികമായും നിനക്ക് ആരോഗ്യം ഉണ്ടായിക്കോളും. പറഞ്ഞേ ആമേൻ, ആമേൻ, ആമേൻ. എൻ്റെ കൂടെ പറ, ആത്മീയമായി ആരോഗ്യമുണ്ടെങ്കിൽ മനസ്സിലും ശരീരത്തിലും ആരോഗ്യമുണ്ടായിക്കൊള്ളും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം,
ശരീരത്തിൻ്റെ ആരോഗ്യത്തെ ശ്രദ്ധിക്കുന്നതിനേക്കാളും കൂടുതൽ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്, നമ്മുടെ ശ്രദ്ധ പോകേണ്ട മേഖല ഏതാണ്? നമ്മുടെ ആത്മീയമായ ആരോഗ്യം എങ്ങനെയുണ്ട്, നിന്റെ ആത്മീയ അവസ്ഥ എങ്ങനെയുണ്ട്? യോഹന്നാൻ തൻ്റെ ലേഖനത്തിൽ കൃത്യമായിട്ട് കുറിച്ചു വയ്ക്കുന്നത് ഇങ്ങനെയാണ്: വാത്സല്യഭാജനമേ, മൈ ബിലൗഡ് എന്ന് പറഞ്ഞാൽ അത്രേ സ്നേഹിക്കുന്ന സഹോദര സഹോദരി, പേര് പറഞ്ഞോണ്ടാ പറയണേ, നിന്നെ അത്രമേൽ സ്നേഹമാണ്. എന്നിട്ട് എന്താ പറയണത്? നിന്റെ ആത്മാവ് ക്ഷേമസ്ഥിതിയിലായിരിക്കുന്നത് പോലെ തന്നെ എല്ലാ കാര്യങ്ങളിലും നിനക്ക് ഐശ്വര്യമുണ്ടാവട്ടെ. ആത്മാവ് ആരോഗ്യമുള്ളതായതുകൊണ്ട്, നിന്റെ ആത്മീയ അവസ്ഥ നല്ലതായതുകൊണ്ട് നിനക്ക് ഐശ്വര്യമുണ്ടാവട്ടെ. ഇത് പറയുമ്പോഴത്തേക്ക് ഓർത്തുകൊള്ളണം, ആത്മീയ അവസ്ഥ മോശമാണെങ്കിൽ എന്ത് സംഭവിക്കും? ഐശ്വര്യം ഉണ്ടാവില്ല. ആത്മീയ അവസ്ഥ മോശമാണെങ്കിൽ ഉറക്കം കിട്ടില്ല. ആത്മീയ അവസ്ഥ മോശമാണെങ്കിൽ ആരോഗ്യം മോശമാകും. എല്ലാ കാര്യത്തിലും താളം തെറ്റും. ഇന്ന് തിരുവചനം നമ്മളെ ക്ഷണിക്കുന്ന എന്തിനെന്നറിയോ? ആത്മീയ മേഖലയിൽ നമ്മൾ നല്ല ആരോഗ്യം പ്രാപിക്കണം. ഇന്നത്തെ ശുശ്രൂഷ മുഴുവൻ കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കുന്ന അതിനു വേണ്ടിയിട്ടാണ്. ആത്മീയ മേഖലയിൽ നമ്മൾ നല്ല ആരോഗ്യം പ്രാപിക്കണം. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അടുത്തിരിക്കുന്ന ആൾക്കൊന്ന് കൈ കൊടുത്തോണ്ട് പറ, ആത്മീയമായി നീ നല്ല ആരോഗ്യം പ്രാപിക്കണം. ആത്മീയമായി. അടുത്തുള്ളവരെ നോക്കാൻ പേടിയാണ്. ഒന്നും ചെയ്യല്ല, പാവമല്ലേ? പാവം, അതിൻ്റെ ഇരിപ്പ് കണ്ടാൽ നമുക്ക് പേടി തോന്നും, അത്രയേ ഉള്ളൂ. പക്ഷെ പാവമാണ്. അതിൻ്റെ കൈക്ക് പിടിച്ച് അതിനോട് പറ, ആത്മീയമായി നിനക്ക് നല്ല ആരോഗ്യം വേണം. ആത്മീയമായി നിനക്ക് നല്ല ആരോഗ്യം വേണം. പ്രൈസ് ദി ലോർഡ്. ചിലപ്പോൾ അതിൻ്റെ ഇരിപ്പ് കണ്ടു കഴിഞ്ഞാൽ ഇങ്ങനെ വലിയ ശരീരമൊക്കെ ഉണ്ട്, പക്ഷേ അതിൻ്റെ ആത്മീയ അവസ്ഥ എന്താ? ആത്മീയ അവസ്ഥയാണ് പ്രധാനപ്പെട്ടത്. ആത്മീയ അവസ്ഥ നല്ലതാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി അതിൻ്റെ ശരീരത്തിലും മനസ്സിലും അതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും ഐശ്വര്യം ഉണ്ടാവും. വലതുകര സ്വർഗത്തിലേക്ക് ഉയർത്തി ഉച്ചത്തിലൊരു ഹല്ലേലൂയ പറഞ്ഞേ. അല്പം കൂടെ ഉച്ചത്തിൽ പറഞ്ഞേ. അല്പം കൂടെ ഉച്ചത്തിൽ പറഞ്ഞേ. സാമുവേലിൻ്റെ 1-ാം പ്രവചനം 16-ാം അധ്യായം 7-ാം തിരുവചനം. ഫസ്റ്റ് സാമുവേൽ ചാപ്റ്റർ 16 വേഴ്സ് 7. അവിടെ വചനം പഠിപ്പിക്കുന്നത്, മനുഷ്യൻ കാണുന്നതല്ല കർത്താവ് കാണുന്നത്. നമ്മളിപ്പോൾ കണ്ടത് എന്താ? നമ്മുടെ അടുത്ത് നല്ല ആരോഗ്യത്തോടുകൂടെ നല്ല സാരി ഉടുത്ത് നല്ല ചുരിദാറിട്ട് നല്ല ഷർട്ടിട്ട് നല്ല വണ്ടിയിലൊക്കെ വന്നിങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ നമുക്ക് തോന്നുന്നത്, ഒയ്യോ കൊള്ളാമല്ലോ, നന്നായിരിക്കുന്നു. നമ്മൾ മാത്രം ഇങ്ങനെ അധോഗതി. വചനം പറയുന്നു, മനുഷ്യൻ കാണുന്നതല്ല ദൈവം കാണുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയാ. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞേ, മനുഷ്യൻ കാണുന്നതല്ല ദൈവം കാണുന്നത്. മനുഷ്യൻ കാണുന്നതല്ല ദൈവം കാണുന്നത്. സാമുവേലിൻ്റെ 1-ാം പ്രവചനം 16:7 പറയുന്നു, മനുഷ്യൻ ബാഹ്യരൂപത്തിൽ ശ്രദ്ധിക്കുന്നു, കർത്താവാകട്ടെ ഹൃദയഭാവത്തിലും. വലതുകര ഉയർത്തിപ്പറ, മനുഷ്യൻ ബാഹ്യരൂപത്തിൽ ശ്രദ്ധിക്കുന്നു, കർത്താവാകട്ടെ ഹൃദയഭാവത്തിലും. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അപ്പൊ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് ആന്തരിക മനുഷ്യനെ, ഹൃദയഭാവത്തെ, പുറത്തല്ല. പക്ഷെ നമ്മുടെ ഒട്ടുമുക്കാൽ സമയം നമ്മൾ ചെലവഴിക്കുന്നത് പുറത്തെ കാര്യത്തെ മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്, അല്ലേ? പുറത്തെ കാര്യത്തെ മെച്ചപ്പെടുത്താൻ വേണ്ടി, മേക്കപ്പിന് വേണ്ടി എന്തോരം സമയം, ഇഷ്ടം പോലെ സമയം പല കാര്യങ്ങളും നമ്മളെ തന്നെ പുറമോടി മെച്ചപ്പെടുത്താൻ വേണ്ടി, വസ്ത്രവിധാനം, നമ്മുടെ മേക്കപ്പ്, ആ കാര്യം ഈ കാര്യം. എന്നാൽ ചോദ്യം, നിന്റെ ആത്മാവിൻ്റെ അവസ്ഥ എന്ത്? പുറമോടിയല്ല ദൈവം നോക്കുന്നത്, നിന്റെ ഉള്ളിലാണ്. അതുകൊണ്ടാണ് മത്തായിയുടെ സുവിശേഷം ഒന്ന് തുറന്നേ, 16:26. മാത്യു ചാപ്റ്റർ 16 വേഴ്സ് 26. മത്തായി സുവിശേഷം 16:26 നമുക്ക് പരിചിതമായ ഒരു വചനം മത്തായി ശ്ലീഹ നമ്മൾ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. എന്താണത്? ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും സ്വന്തം ആത്മാവ് നഷ്ടപ്പെടുത്തിയാൽ അവൻ എന്ത് പ്രയോജനം? ഒരുവൻ സ്വന്തം ആത്മാവിന് പകരമായി എന്ത് കൊടുക്കും? കണ്ടോ എന്തൊരു ചോദ്യം എന്നറിയോ? ചോദ്യം കേട്ടോ? ചിലർ കേൾക്കാത്ത പോലെ ഇരിക്കുന്നു. ഇതൊന്നും എനിക്ക് കേൾക്കണ്ട.
അത്ഭുതങ്ങൾ വരുമ്പോൾ മാത്രം എന്നെ വിളിച്ചാൽ മതി, ഞാൻ ഇവിടെ ഇരുന്ന് ഉറങ്ങിക്കോളാം. എൻ്റെ പൊന്നു ചേട്ടാ, എൻ്റെ പൊന്നു ചേച്ചി, ദേ ഇത് ശ്രദ്ധിച്ചിട്ട് നീ അടുത്ത കാര്യത്തിന് നോക്കിക്കോ. ഇതാണ് പ്രധാനപ്പെട്ട കാര്യം. നിന്റെ ദൈവം നിന്റെ ഹൃദയത്തെ നോക്കുന്നു. എന്നിട്ട് മത്തായി ശ്ലീഹ ചോദിക്കുന്ന ചോദ്യം, വലതുകര ഉയർത്തിപ്പിടിച്ച് ഈ വചനം ഏറ്റു പറഞ്ഞേ, ലോകം മുഴുവൻ നേടിയാലും സ്വന്തം ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അവന് എന്ത് പ്രയോജനം? ഹല്ലേലൂയാ. ഇഷ്ടം പോലെ നീ നേടിയിട്ടുണ്ടാവും, ഇഷ്ടം പോലെ പല കാര്യങ്ങളും നേടിയിട്ടുണ്ടാവും, പക്ഷേ സ്വന്തം ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ എന്ത് പ്രയോജനം? ശക്തമായൊരു ചോദ്യമാണ് ചോദിക്കുന്നത്. നിനക്ക് സമാധാനം കിട്ടിയില്ലെങ്കിൽ എന്ത് പ്രയോജനമെന്ന്? സമാധാനം കിട്ടിയില്ലെങ്കിൽ എന്ത് പ്രയോജനം? വലിയ ഒരു വ്യാവസായിക മേഖലയുടെ ഉള്ള ഒരു കുടുംബം, ആ കുടുംബത്തിലെ ഏക ആൺചെറുക്കൻ ഇവിടുന്ന് കുറേ ദൂരാണ്. അപ്പം അവരെന്നാലും പോട്ട ആശ്രമത്തിൽ വന്ന് പ്രാർത്ഥിക്കാൻ ഒരു നിയോഗം വെച്ച് കഴിഞ്ഞ ദിവസം വന്ന് കണ്ണുനീരോടെ പ്രാർത്ഥിക്കുകയാണ്. അച്ഛാ, ഇന്ന സ്ഥലത്ത് ഇന്ന വ്യവസായ മേഖല. ഞാൻ പറഞ്ഞ അയ്യോ കേട്ടിട്ടുണ്ട്, അതാ അച്ഛാ ഞങ്ങളുടേതാണ്, ഞങ്ങൾ വലിയ സങ്കടത്തിലാണ്, ഞങ്ങളുടെ മകൻ്റെ കാര്യത്തിൽ ഞങ്ങൾ വലിയ സങ്കടത്തിലാണ്. ആകപ്പാട് ഒരൊറ്റ മകനേ ഉള്ളൂ, ഇഷ്ടം പോലെ സമ്പത്തുണ്ട്, ഇഷ്ടം പോലെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ മകൻ്റെ കാര്യം ഓർത്തിട്ട് ഇവർക്ക് സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല. അച്ഛാ, അവൻ പള്ളിയിൽ പോകത്തില്ല, പ്രാർത്ഥിക്കത്തില്ല, അവൻ ഒരു പ്രത്യേകതരം തലതിരിഞ്ഞ സ്വഭാവമാണ് അച്ഛാ. ദൈവകാര്യങ്ങളോട് ഒട്ടും താല്പര്യമില്ല. അവനിഷ്ടം പോലെ വണ്ടിയും കൂട്ടുകാരൊക്കെ ആയിട്ട് യാത്രകളിലാണ്. അവനോടൊന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ കേൾക്കുന്നില്ല. അവൻ വലിയ ഭാരത്തിലാണ്, വലിയ ഭാരത്തിലാണ്. ഞാനിത് പറയുമ്പോഴത്തേക്ക് ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് ഇഷ്ടം പോലെ പല കാര്യങ്ങളുമുണ്ട്. എന്താണ് നമ്മുടെ ആത്മീയ അവസ്ഥ? ലോകം മുഴുവൻ നേടിയാലും സ്വന്തം ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അവന് എന്ത് പ്രയോജനം? അതുകൊണ്ട് ദൈവം പറയുന്നത് എന്തെന്നറിയോ? ആദ്യം നിന്റെ ആത്മാവിൻ്റെ കാര്യം, ആദ്യം നിന്റെ ആത്മാവിൻ്റെ ആരോഗ്യം നീ ശ്രദ്ധിക്കണം. മത്തായി സുവിശേഷം 6-ാം അധ്യായം 33-ാം തിരുവചനം വായിച്ചേ. മാത്യു ചാപ്റ്റർ 6 വേഴ്സ് 33. മത്തായി 6:33 അറിയാവുന്നൊരു വചനമാണ്, പറഞ്ഞേ. ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക, അതോടൊപ്പം മറ്റുള്ളവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കും. കണ്ടോ, അതോടൊപ്പം മറ്റുള്ളവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കും. ആദ്യം എന്താ അന്വേഷിക്കേണ്ടത്? ദൈവരാജ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിലുള്ള ചില കാര്യങ്ങളെക്കുറിച്ച് ശ്രദ്ധിക്കണം. ഇന്നത്തെ ശുശ്രൂഷ കർത്താവ് അപ്രകാരം ഒരുക്കിയിരിക്കുന്നത് നമ്മുടെ ആത്മീയ ആരോഗ്യത്തെക്കുറിച്ച് ശ്രദ്ധിക്കാനാണ്. ആത്മീയ ആരോഗ്യത്തെക്കുറിച്ച് ശ്രദ്ധിച്ചാലുള്ള മെച്ചമെന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാ പ്രവൃത്തികളിലും അനുഗ്രഹം ഉണ്ടാവും. ഇല്ലെങ്കിൽ ഇഷ്ടം പോലെ പ്രവൃത്തി ഉണ്ടാവും, പക്ഷേ റിസൾട്ട് 0. നമ്മൾ ചില വീടുകളിലും ചില സ്ഥലങ്ങളിലൊക്കെ പ്രാർത്ഥിക്കാനൊക്കെ കടന്നു ചെല്ലപ്പോൾ കണ്ടിട്ടുള്ളൊരു കാര്യം എന്താ? ഇഷ്ടം പോലെ കഷ്ടപ്പെടുന്നുണ്ട്, പക്ഷേ ഒന്നും മിച്ചം കിട്ടുന്നില്ല. കഴിഞ്ഞ ധ്യാനത്തിന് വന്നൊരു കുടുംബത്തിൻ്റെ സങ്കടം, അച്ഛാ ദേ ഞാനും എൻ്റെ ഭർത്താവും, ഭാര്യയും ഭർത്താവും 2 കുഞ്ഞുങ്ങളും ഉണ്ടേ. അപ്പോൾ ഇവർ 2 പേരും ബാങ്ക് ജോലിക്കാരാണ്, ശമ്പളമുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ അച്ഛാ മാസത്തിൻ്റെ ഒരു പകുതി ആകുമ്പോൾ ഉണ്ടല്ലോ, പിന്നെ വല്ലവരോടൊക്കെ മേടിച്ചിട്ടാണ് ഞങ്ങൾ വീട് ഒന്ന് ഉന്തി തള്ളി മുമ്പോട്ട് പോകുന്നത്. അപ്പം ഞാൻ ചോദിച്ചു, ശമ്പളം അതെങ്ങോട്ട് പോകണമെന്നൊരു പിടുത്തമില്ല അച്ഛാ. കിട്ടുന്നുണ്ടെന്ന് 2 പേർക്ക് ശമ്പളമുണ്ട്, കയ്യിലോട്ട് കിട്ടും. പക്ഷേ 2 ആഴ്ച കഴിയുമ്പോൾ ഈ കിട്ടിയതെല്ലാം കയ്യിലെ വെള്ളം ചോർന്ന് പോകുന്നത് പോലെ എങ്ങാണ്ട് പോയി. എന്നിട്ട് വല്ലവരോടും കടം മേടിച്ചാണച്ച കാര്യം മുമ്പോട്ട് നീങ്ങുന്നത്. പുറത്ത് പറയാൻ പറ്റത്തില്ലെന്ന്. 2 പേരും ബാങ്ക് ജോലിക്കാർ, നല്ല ശമ്പളമുണ്ട്, വലിയ ബാധ്യതകളൊന്നുമില്ല. 2 ചെറിയ പിള്ളേരാ, വലിയ ബാധ്യതകളൊന്നുമില്ല. പക്ഷെ ഇവർക്ക് അറിഞ്ഞുകൂടെന്ന്. ഇവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ പഴയ നിയമത്തിലൊരു വചനം മനസ്സിൽ കർത്താവ് ഓർമ്മയിൽ കൊണ്ടുവന്നു. ഹഗ്ഗായിയുടെ പ്രവചനം. ബൈബിൾ ഉണ്ടെങ്കിൽ തുറന്നേ. ഹഗ്ഗായി ആരാണ്? കക്കായി അല്ല, ഹഗ്ഗായി. പറഞ്ഞേ, ഹഗ്ഗായി. ഹഗ്ഗായിയുടെ പ്രവചനം 1-ാം അധ്യായം 6-ാം തിരുവചനം. ബുക്ക് ഓഫ് ഹഗ്ഗായി ചാപ്റ്റർ 1 വേഴ്സ് 6. ഒന്ന് തുറന്ന് വായിച്ച നല്ലൊരു വചനമാണ്. ഹഗ്ഗായി പ്രവചനം 1:6.
നിങ്ങൾ ഏറെ വിതച്ചു, നിങ്ങൾ ഏറെ വിതച്ചു, കുറച്ചു മാത്രം കൊയ്തു. കുറച്ചു മാത്രം കൊയ്തു. നിങ്ങൾ ഭക്ഷിക്കുന്നു, നിങ്ങൾ ഭക്ഷിക്കുന്നു, ഒരിക്കലും തൃപ്തരാകുന്നില്ല. ഒരിക്കലും തൃപ്തരാകുന്നില്ല. നിങ്ങൾ പാനം ചെയ്യുന്നു, നിങ്ങൾ പാനം ചെയ്യുന്നു, തൃപ്തി വരുന്നില്ല. തൃപ്തി വരുന്നില്ല. നിങ്ങൾ വസ്ത്രം ധരിക്കുന്നു, നിങ്ങൾ വസ്ത്രം ധരിക്കുന്നു, ആർക്കും കുളിര് മാറുന്നില്ല. ആർക്കും കുളിര് മാറുന്നില്ല. കൂലി ലഭിക്കുന്നവന് കൂലി ലഭിക്കുന്നവന് അത് ലഭിക്കുന്നത് ഓട്ടസഞ്ചിയിൽ ഇടാൻ മാത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. കൂലി ലഭിക്കുന്നവന് അത് ലഭിക്കുന്നത് ഓട്ടസഞ്ചിയിൽ ഇടാൻ മാത്രം. പ്രൈസ് ദി ലോർഡ്. പിടികിട്ടുന്നുണ്ടോ? ഒന്നും കൂടെ ആ വചനം ഒന്ന് വായിച്ചേ, ഒന്നും കൂടെ വായിച്ചേ. നിങ്ങൾ ഏറെ വിതച്ചു. വിത ഒത്തിരി ഉണ്ട്. വിതച്ചു, കുറച്ചു മാത്രം കൊയ്തു. നിങ്ങൾ ഭക്ഷിക്കുന്നുണ്ട്, ഒരിക്കലും തൃപ്തരാകുന്നില്ല. നിങ്ങൾ പാനം ചെയ്യുന്നു, വെള്ളം കുടിച്ചു പാനം ചെയ്യുന്നു, തൃപ്തി വരുന്നില്ല. ദാഹം മാറുന്നില്ല. നിങ്ങൾ വസ്ത്രം ധരിക്കുന്നു, വസ്ത്രമൊക്കെ ധരിച്ചു, ആർക്കും കുളിര് മാറുന്നില്ല. തണുപ്പ് കുളിര് മാറുന്നില്ല. കൂലി ലഭിക്കുന്നവന് അത് ലഭിക്കുന്നത് ഓട്ടസഞ്ചിയിൽ ഇടാൻ മാത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ. കൂലിയൊക്കെ കിട്ടുന്നുണ്ട്, പക്ഷേ അത് കിട്ടുന്നത് ഓട്ടസഞ്ചിയിൽ ഇടാൻ മാത്രം. ഓട്ടസഞ്ചിയിൽ ഇടാൻ മാത്രം. ഞാൻ നേരത്തെ പറഞ്ഞ ഭാര്യയും ഭർത്താവും ബാങ്ക് ഉദ്യോഗസ്ഥരാണ്, ഇഷ്ടംപോലെ ശമ്പളമൊക്കെ കിട്ടുന്നുണ്ട്. ഇവരെക്കുറിച്ച് പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് ഓർമ്മയിൽ ഈ വചനം കൊണ്ട് സമ്മാനിച്ചു. ഞാൻ എൻ്റെ ബൈബിള് തുറന്നപ്പോൾ ദേ ഒരു പേപ്പർ ഇരിക്കുന്നു. 20 വർഷം മുമ്പ്, ഒന്നും രണ്ടും അല്ല, 20 വർഷം മുമ്പ് അട്ടപ്പാടി സെഹിയോൻ ധ്യാന മന്ദിരത്തിൽ അവിടെ ഒരു ധ്യാനം കൂടി കഴിഞ്ഞ് തിരിച്ചു പോരുന്ന വഴിക്ക് അന്ന് കൂടെ ഒരു സഹോദരൻ യാത്രാമധ്യത്തിൽ എൻ്റെ കയ്യിൽ എഴുതി തന്നൊരു വചനമാണ് ഹഗ്ഗായി 1:6. അന്നത്തെ പേപ്പറാണിത്. ഞാൻ ബൈബിൾ തുറന്നപ്പോൾ ദൈവമേ, ഇതിവർക്ക് വേണ്ടിയുള്ള സന്ദേശം. ആ പേപ്പർ എൻ്റെ ബൈബിളിൽ ഇങ്ങനെ ഇരിക്കുക. ഞാൻ ഇവരോട് പറഞ്ഞു, ദേ ഹഗ്ഗായി 1:6. അധ്വാനിക്കുന്നുണ്ട്, പക്ഷേ ഒന്നും മിച്ചം കിട്ടുന്നില്ല. കൂലി ലഭിക്കുന്നത് ഓട്ടസഞ്ചിയിൽ ഇടാൻ മാത്രം. എവിടെ ഇടാൻ? ഓട്ടസഞ്ചിയിൽ. ഓട്ടസഞ്ചിയിൽ. എന്താ ഓട്ടസഞ്ചിയുടെ പ്രത്യേകത? അതിന് ഓട്ടയുണ്ട്, ഇടുന്നതെല്ലാം താഴ്ത്തോട്ട് പോകും, ഒന്നും ശേഖരിക്കപ്പെടുന്നില്ല. അധ്വാനം ഉണ്ടോ? ഉണ്ട്. രാപകല് കടന്നുണ്ട് ഓട്ടം, ചാട്ടം, ബഹളം, അധ്വാനത്തോട് അധ്വാനം, പക്ഷെ മിച്ചം കിട്ടുന്നില്ല. മിച്ചം കിട്ടുന്നില്ല. സമാധാനമില്ലെന്ന്, ഉറക്കം കിട്ടുന്നില്ല. പിന്നെ എന്തിനാ ഓടുന്ന? ആദ്യം ചെയ്യേണ്ട കാര്യം എന്താ? ഫസ്റ്റ് സെർച്ച് ദ കിങ്ഡം ഓഫ് ഗോഡ്. നിന്റെ ആത്മീയ ആരോഗ്യത്തെക്കുറിച്ച് നീ ആദ്യം ശ്രദ്ധിക്കണം. അത് കഴിഞ്ഞ് ബാക്കിയെല്ലാം. ഇതുണ്ടെങ്കിൽ അതുണ്ട്. ഏതുണ്ടെങ്കിൽ പറഞ്ഞേ. ആത്മീയമായി ആരോഗ്യമുണ്ടെങ്കിൽ നിനക്ക് ഭൗതിക സമൃദ്ധി ഉണ്ടെന്ന് ബൈബിളും തുറന്ന് വായിച്ചേ. സങ്കീർത്തനം അതിൻ്റെ 1-ാം അധ്യായം 1, 2, 3. ബുക്ക് ഓഫ് സാം ചാപ്റ്റർ 1. സങ്കീർത്തനം 1-ാം അധ്യായം അതിൻ്റെ 1, 2, 3 തിരുവചനം. ദുഷ്ടരുടെ ഉപദേശം സ്വീകരിക്കുകയോ പാപികളുടെ വഴിയിൽ വ്യാപരിക്കുകയോ പരിഹാസകരുടെ പീഠങ്ങളിൽ ഇരിക്കുകയോ ചെയ്യാത്തവൻ ഭാഗ്യവാൻ. അടുത്ത വചനം. അവന്റെ ആനന്ദം കർത്താവിന്റെ നിയമത്തിലാണ്. രാവും പകലും അവൻ അതിനെക്കുറിച്ച് ധ്യാനിക്കുന്നു. നീർച്ചാലിനരികെ നട്ടതും യഥാകാലം ഫലം തരുന്നതും ഇല പൊഴിയാത്തതുമായ വൃക്ഷം പോലെയാണവൻ. അവന്റെ പ്രവൃത്തികൾ സഫലമാകുന്നു. കണ്ടോ? അതായത് ആത്മീയമായി ആരോഗ്യമുള്ള വ്യക്തിയുടെ പ്രവൃത്തികളെല്ലാം സഫലമാകും. സ്വർത്തി പറഞ്ഞ ഹല്ലേലൂയാ. അടുത്തിരിക്കുന്ന ആളോട് പറ, ആത്മീയ ആരോഗ്യത്തിൽ ശ്രദ്ധിക്കണം. ആത്മീയ ആരോഗ്യത്തിൽ ഇച്ചിരൂടെ ശ്രദ്ധ വേണം. നിന്റെ ശാരീരിക അധ്വാനം ഒക്കെ കൊള്ളാം, നല്ല കാര്യം. നിന്റെ ജോലി കൊള്ളാം, നിന്റെ ആ കാര്യം കൊള്ളാം, ഈ കാര്യം കൊള്ളാം, വണ്ടി കൊള്ളാം, വീട് കൊള്ളാം, ഡ്രസ്സ് കൊള്ളാം, എല്ലാം കൊള്ളാം. പക്ഷേ ആത്മീയ കാര്യത്തെക്കുറിച്ച് നിനക്കൊരു ശ്രദ്ധ വേണം. കാരണം ആത്മീയമായി ശ്രദ്ധയുണ്ടെങ്കിലേ നമുക്ക് ഭൗതിക തലങ്ങളിൽ അനുഗ്രഹം കിട്ടൂ. ജെറമിയായുടെ പ്രവചനം 17-ാം അധ്യായം 7, 8 തിരുവചനം ഒന്ന് വായിച്ചാലോ? ജെറമിയ ചാപ്റ്റർ 17 വേഴ്സ് 7 and 8. ജെറമിയ 17. നല്ല വചനം വായിച്ചോ. കർത്താവിൽ ആശ്രയിക്കുന്നവൻ
അനുഗ്രഹീതൻ. അവന്റെ പ്രത്യാശ അവിടുന്ന് തന്നെ. അവൻ ആറ്റുതീരത്ത് നട്ട മരം പോലെയാണ്. അത് വെള്ളത്തിലേക്ക് വേരൂന്നിയിരിക്കുന്നു. അത് വേനൽക്കാലത്ത് ഭയപ്പെടുന്നില്ല. അതിന്റെ ഇലകൾ എന്നും പച്ചയാണ്. വരൾച്ചയുടെ കാലത്തും അതിന് ഉത്കണ്ഠയില്ല. അത് ഫലം നൽകിക്കൊണ്ടേയിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ അനുഗ്രഹം വേണ്ടവർ മാത്രം കരമുയർത്തി എന്റെ കൂട്ടത്തിൽ ഈ വചനം ഒന്ന് ഒച്ചത്തിൽ പറഞ്ഞോ. കർത്താവിൽ ആശ്രയിക്കുന്നവൻ അനുഗ്രഹീതൻ. അവന്റെ പ്രത്യാശ അവിടുന്ന് തന്നെ. അവൻ ആറ്റുതീരത്ത് നട്ട മരം പോലെയാണ്. അത് വെള്ളത്തിലേക്ക് വേരൂന്നിയിരിക്കുന്നു. അത് വേനൽക്കാലത്തെ ഭയപ്പെടുന്നില്ല. അതിന്റെ ഇലകൾ എന്നും പച്ചയാണ്. വരൾച്ചയുടെ കാലത്ത് അതിന് ഉത്കണ്ഠയില്ല. അത് ഫലം നൽകിക്കൊണ്ടേയിരിക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവരൊന്ന് കൈയടിച്ച് ഈ വചനം ഏറ്റെടുത്ത് നല്ല കൈയടി കൊടുത്ത കരങ്ങൾ ഉയർത്തി കൈയടിച്ച്. ഓൺലൈനിലൊക്കെ പങ്കെടുക്കുന്നവർ നിങ്ങളായിരിക്കുന്ന ഇടങ്ങൾ കൈയടിച്ച് ഈ വചനം സ്വീകരിച്ചോ എന്ന് പറഞ്ഞാൽ ദേ വിശ്വസിച്ചോണം, ആത്മീയമായി ആരോഗ്യമുള്ളവൻ പ്രതികൂല സാഹചര്യങ്ങളിലും സമാധാനത്തോടെ ജീവിക്കും. അതാണ് അതിൻ്റെ പ്രത്യേകത. ഒരു കാരണവശാലും ഒരു തിന്മയും ഞങ്ങളെ തൊടാതിരിക്കട്ടെ. ഒരു പുതിയ അഭിഷേകത്താൽ കർത്താവ് ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. കർത്താവ് ഈ ശുശ്രൂഷ സമയത്ത് ഞങ്ങൾ വിശ്വസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഈ സമയം ലോകമെമ്പാടും അർപ്പിക്കുന്ന പരിശുദ്ധ കുർബാനകളോട് ചേർത്ത് വെച്ച്, പൊട്ടാശ്രമത്തിൻ്റെ എല്ലാ ശുശ്രൂഷകളോടും ചേർത്ത് വെച്ച്, ഈ അത്ഭുതത്തിൻ്റെ ആൾത്താരിൽ നിന്നൊഴുകുന്ന ദൈവശക്തി ഇതാ ദൈവമക്കളിലേക്ക് വെളിപ്പെടട്ടെ. എല്ലാ തിന്മയുടെ അന്ധകാര ശക്തികളും എന്നേക്കുമായിട്ട് നിർവീര്യമാകപ്പെടട്ടെ. ഇവരുടെ ജീവിതങ്ങളെ കർത്താവെ അങ്ങ് വിശുദ്ധീകരിക്കണമേ. ഒരു പുതിയ അഭിഷേകത്താൽ വിശുദ്ധീകരിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.